ഇന്ന് വരുമ്പോൾ ഇവിടെ എന്ത് പറയണം, ഇതൊരു നല്ലൊരു മെസ്സേജാണോ എന്നുകൂടി എനിക്കറിയില്ല. എനിക്കൊരു കാര്യം അറിയാം, ആർസൻ ഫാമിലി എന്ന് വെച്ചാൽ നല്ലൊരു സപ്പോർട്ടിങ് തരുന്നൊരു ഫാമിലിയാണ്. അതുകൊണ്ട് ഒരു സപ്പോർട്ട് നമുക്ക് ഈ ഒരു പേടച്ചേഴ്സിന് കൊടുക്കാം. നല്ലൊരു കൈയടി നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ പേടച്ചേഴ്സിനും. എനിക്ക് ഈ ഒരു പ്രസ്ഥാനം സ്റ്റാർ പ്ലാറ്റിനം എന്നുള്ളൊരു അച്ചീവ്മെന്റ് കരസ്ഥമായപ്പോൾ ചെറിയ അഹങ്കാരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പേഡ് അച്ചീവ്മെന്റ് കുറച്ച് ലേറ്റായി. അതുകൊണ്ട് ഇപ്രാവശ്യം ഒരു അഹങ്കാരമില്ല, എല്ലാതും ദൈവത്തിന് തന്നെയാണ് ഞാൻ സമർപ്പിക്കുന്നത്. രണ്ടാമതായി ഈ ഒരു പേഡ് അച്ചീവ്മെന്റ്, ഈ ഒരു ട്രോഫി, ഇത് ഞങ്ങൾക്ക് എങ്ങനെ കിട്ടി എന്നുള്ളതിൽ എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. കാരണം എൻ്റെ ഉപ്പ ഒരു മീൻ കച്ചവടക്കാരനാണ്. ഞങ്ങൾ സാധാരണക്കാരാണ്. എൻ്റെ ഉമ്മ 10ാം ക്ലാസ് തോറ്റ ആളാണ്. പിന്നീട് ഞാൻ 10ാം ക്ലാസ് എഴുതിയതിനു ശേഷമാണ് ഉമ്മ പഠിച്ച് 10ാം ക്ലാസ് ജയിച്ചത്. ഈ ഒരു ഫാമിലി സാധാരണക്കാരാണ്. എനിക്ക് 10ാം ക്ലാസ്സിൽ കിടന്ന നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പഠിക്കാൻ ബാക്കിയുള്ളതുകൊണ്ട് 2A+ എനിക്ക് കിട്ടിയുള്ളൂ. അപ്പൊ ആലോചിക്കുക, ഫുൾ ആവറേജ്. ഈ ഒരു ഫാമിലിക്ക് ഈ ഒരു അച്ചീവ്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, എന്തായിരിക്കും അതിനൊരു കാരണം എൻ്റെ ലീഡേഴ്സ് നല്ലൊരു അടിപൊളി പവർഫുൾ ലീഡേഴ്സ് ആണ് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ്. ഞാൻ അവരെന്റെ കൈ പിടിച്ചു. ഞാൻ പഠിച്ചൊരു കാര്യമുണ്ട്, മുല്ലപ്പൂ മുടിയേറ്റി എടുക്കും, കല്ലിനമുണ്ട സൗരഭ്യം. അവരുടെ സൗരഭ്യമാണ് ഇത് ഞങ്ങളുടെ ഒരു വലിയ അച്ചീവ്മെന്റ് അല്ല, ഇത് അവർക്കുള്ളതാണ്. ഞാൻ അവരുടെ കൈ പിടിച്ചപ്പോൾ ഞാൻ അറിയാതെ എനിക്കൊരു ടീം ഉണ്ടായി. ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അവരുടെ ശക്തമായ പ്രവർത്തനം, അവരുടെ പക്വത, ഞാൻ പറഞ്ഞു ബെസ്റ്റ് ടീമാണ് എനിക്കുണ്ടായത്. ഞാൻ വളരെയധികം അഭിമാനിക്കുന്ന ടീമില്. ഞാൻ മനസ്സിലാക്കുന്ന മൂന്നാമത്തെ കാര്യം, എന്റെ ബാക്കിയുള്ള എല്ലാ ക്ലോസ് ആണ്. ഈ ഒരു ഫാമിലിയാണ്, ഈ ആർസിയം എന്നുള്ള ഒരു ഫാമിലിയാണ്. അവർ തന്ന സപ്പോർട്ടാണ് ഞങ്ങളെ ഇവിടെ എത്തിച്ചത്. ആർസിയം ഫാമിലിക്ക് വേണ്ടിയിട്ടും നല്ലൊരു കാര്യം നമുക്ക് കൊടുക്കാം. ഈ ഒരു കാര്യം എന്റെ ലീഡേഴ്സ് പറഞ്ഞതനുസരിച്ച് എനിക്കും ഒരു ചെറിയ വ്യത്യാസം എന്റെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അതിനുള്ള നല്ല ഉദാഹരണമാണ് എമ്പുരാൻ സിനിമ കണ്ട് ഇറങ്ങിയ ആളുകൾക്ക് ചെറിയൊരു തോട് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ? മോഹൻലാലിന്റെ സിനിമ കണ്ട് ഇറങ്ങുന്ന ചെറിയൊരു ഇല്ലേ? അപ്പൊ ലീഡേഴ്സിന്റെ കൂടെ നടന്നാൽ അവരുടെ ഒരു സൗകര്യം നമുക്കും ഉണ്ടായിരിക്കും. അതാണ് നമ്മുടെ ജീവിത വിജയം എന്നുള്ളത്. ഈ ഒരു അച്ചീവ്മെന്റ് മാത്രമല്ല, അടുത്ത ഓരോ അച്ചീവ്മെന്റുകളും എന്റെ ഈ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഞാൻ നേടിയെടുക്കും. ഈ ഒരു എന്ത് ജോലി ചെയ്യും ഓരോ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉപ്പ പറഞ്ഞു, ആർസ്യമാണ് നീ ചെയ്യേണ്ടത്. സുഹൃത്തുക്കളെ, 27 വയസ്സിൽ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന് സ്വന്തം ലൈഫ് സെറ്റിൽ ചെയ്യാൻ പറ്റുമോ? മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ സെറ്റിംഗ് ബാക്കി പറ്റുമോ? 27 വയസ്സിൽ പേഡ് അച്ചീവ്മെന്റ്, നമ്മള് വളരെയധികം സന്തോഷം, നമ്മൾ സുരക്ഷിതമായ ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന രീതിയിലേക്ക് ഈ ഒരു പ്രശ്നം നമ്മൾ കൊണ്ടുപോയി ഇല്ലേ? അങ്ങനെ ലൈഫ് സെറ്റിൽ ചെയ്യാൻ നിങ്ങൾക്കില്ലേ മക്കള്? നിങ്ങൾക്ക് അവരെ കൊണ്ടുവരണ്ടേ? നിങ്ങൾക്കില്ലേ പേരക്കുട്ടികള്? നിങ്ങൾക്ക് അവരെ കൊണ്ടുവരണ്ടേ? അങ്ങനെ ലൈഫ് സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഏക പ്രസ്ഥാനമേ ഉള്ളൂ. അതിന്റെ പേരാണ് ആർസിയം. എന്റെ ഞാൻ പറയുന്നത് ആർസിയുടെ ഐഡിയാണ്. അവരുടെ ഒരു പോസിറ്റീവ്, അവരുടെ ഒരു കഠിനദാനം ഇഷ്ടം, അത് ചെറിയൊരു കാര്യമല്ല. അവരിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. ഈ ഒരു വർഷം തന്നെ അടുത്ത ഒരു അച്ചീവ്മെന്റും എന്റെ ഗുരുനാഥന്മാർക്ക് ഞാൻ സമർപ്പിക്കും എന്ന് നിങ്ങൾ നിർത്തുന്നു.